മെക്സവിനെതിരെ നിലപാട് ആവർത്തിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. സ്ത്രീയും പുരുഷനും ഒന്നായി ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അതിനെ എതിർക്കും. അത്തരം പദ്ധതികൾ ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണ്. അതിനാരും കൂട്ടുനിൽക്കരുതെന്നും ഉപദേശം. കോഴിക്കോട് കുറ്റ്യാടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് കാന്തപുരം നിലപാട് ആവർത്തിച്ചത്. സ്ത്രീ പുരുഷ സങ്കലനം, സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ച് കൂടി ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഇവിടുത്തെ ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, വളരെയധികം ചിന്തിക്കണം. അതിന് എല്ലാവരും അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് എന്നുകൂടി നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ ചേർന്നുണ്ട്. ഗോകുൽ, കാന്തപുരത്തിന്റെ ഈ ഒരു നിലപാടിനെ എങ്ങനെ വിലയിരുത്താം? പ്രവർത്തനത്തിനെതിരെ തുടക്കം മുതൽ തന്നെ കാന്തപുരം AP വിഭാഗം സമസ്ത നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. കാന്തപുരം AP വിഭാഗം സമസ്തയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചാണ് രംഗത്ത് വന്നത്. സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി പറഞ്ഞത് സുന്നി വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നടത്തുന്നതെന്നും അതിനു പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ടും ഒക്കെയാണ് മെക്സവിന് പിന്നിലെന്നൊക്കെയായിരുന്നു തുടക്കത്തിലുള്ള വിമർശനം. പിന്നീട് ഇവർ ഈ മെക്സവിനെ ഇസ്ലാം മതത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് ഇസ്ലാം മത വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനാണ് മെക്സവൻ അവസരം ഒരുക്കി കൊടുക്കുന്നതെന്ന വിമർശനമാണ് ഉന്നയിച്ചത്. അതിനാൽ തന്നെ മെക്സവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ആളുകൾ വിട്ടുനിൽക്കണമെന്ന് കാന്തപുരം AP വിഭാഗത്തിന്റെ മുഷാവറ യോഗം ചേർന്ന് തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മുഷാവറ യോഗത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഈ മലപ്പുറത്ത് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിൽ കാന്തപുരം തന്റെ നിലപാട് ആവർത്തിച്ചു. അതിൽ പറഞ്ഞത് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വ്യായാമം ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെതിരെ ജാഗ്രത വേണം. സ്ത്രീകൾ ശരീരം തുറന്നു കാണിക്കാനുള്ള ഒരു അവസരമാണ് ഈ മെക്സവൻ വ്യായാമം എന്ന പേരിൽ നടത്തി കൊടുക്കുന്നത് എന്ന രീതിയിൽ വിമർശനം കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു. അതിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നു വന്നിരുന്നു. കാന്തപുരത്തെ കടൽക്കിഴവൻ എന്നുള്ള രീതിയിലൊക്കെ വിമർശിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടതാണ്. പക്ഷേ അത്തരത്തിലൊരു വിമർശനം ഉണ്ടാകുമ്പോൾ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല കാന്തപുരം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം മെക്സവിനെതിരെയുള്ള തന്റെ നിലപാട് വീണ്ടും ആവർത്തിക്കുന്നു. സ്ത്രീയും പുരുഷനും ഒന്നായി ഇടകലർന്നുള്ള ഏതു പദ്ധതി കൊണ്ടുവന്നാലും അതിനെ എതിർക്കുമെന്നാണ് കാന്തപുരം AP വിഭാഗം പറയുന്നത്. ഇത്തരത്തിലുള്ള പദ്ധതികൾ, അതായത് വ്യായാമ മുറകളൊക്കെ ഇസ്ലാമിന്റെ മതവിശ്വാസത്തെ, ഇസ്ലാമിന്റെ ദീനിനെ പൊളിക്കാനുള്ള പരിപാടിയാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. അതിനാരും കൂട്ടുനിൽക്കരുത്. ലോകം തിരിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നത് ശരിയല്ല. ലോകത്തെ നന്നായി മനസ്സിലാക്കിയതിനാലാണ് ഇക്കാര്യം പറയുന്നത് എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കുറ്റ്യാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഈ മെക്സവിനെതിരെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിയായിരുന്നു ആദ്യഘട്ടത്തിൽ ചർച്ച പോയിരുന്നത് എങ്കിൽ, അതായത് മെക്സവിനകത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതാക്കളൊക്കെ ഉണ്ട് എന്ന രീതിയിൽ വിമർശനങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ, ഇപ്പോൾ അതിൽ നിന്ന് മാറി ഇസ്ലാം മതത്തിന്റെ ചുറ്റുപാടിലേക്ക് കൊണ്ടുവന്ന് ഇസ്ലാം മതത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മതവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ അവസരം ഒരുക്കി കൊടുക്കുകയാണ് മെക്സവൻ എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തന്റെ നിലപാടുകൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവർത്തിക്കുന്നു. ഏത് രീതിയിലുള്ള വിമർശനം ഉയർന്നു വന്നു കഴിഞ്ഞാലും സ്ത്രീകളും പുരുഷന്മാരും ഇരുന്നു കൊണ്ട് വ്യായാമം ചെയ്യുന്നതിനെ എതിർക്കും. ഇസ്ലാം വിരുദ്ധ കാര്യങ്ങൾ ചെയ്യാൻ അവസരം ഒരുക്കി കൊടുക്കുന്നതിനെ എതിർക്കും. അതിനെതിരെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വിഷ്ണു. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.